മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മണൽ മൂടിയ പൊഴി മുറിക്കാനാകാതെ മടങ്ങിയ ഉദ്യോഗസ്ഥർ 4 ദിവസത്തിനുള്ളിൽ വലിയ വള്ളങ്ങൾക്ക് ഉൾപ്പെടെ പോകാനുള്ള വിധം പൊഴി മുറിച്ചു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികൾ അംഗീകരിച്ചില്ല. ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലുറച്ച മത്സ്യത്തൊഴിലാളികൾ ഈസ്റ്ററിന് ശേഷം സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. മുതലപ്പുഴ അഴിമുഖത്ത് രൂപപ്പെട്ട മണൽക്കൂമ്പാരം അടിയന്തരമായി തുറമുഖത്തിന്റെ വടക്കു ഭാഗത്തേക്ക് മാറ്റാനും പൊഴിമുഖം മുറിക്കാനും തീരുമാനമെടുത്തത് ഇന്നലെ മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ്. നടപടികൾക്കായി ഇന്ന് അഴിമുഖത്തെത്തിയ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരുമായി ഇനി ചർച്ചയില്ലെന്നും മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾ. 4 ദിവസത്തിനുള്ളിൽ വലിയ വള്ളങ്ങൾക്ക് പോകാനാകുന്ന തരത്തിൽ പൊഴി മുറിച്ചു നൽകാമെന്ന് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ പറഞ്ഞെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം നടത്തണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. പ്രതിഷേധത്തെ തുടർന്ന് പൊഴി മുറിക്കാനാകാതെ ഉദ്യോഗസ്ഥർ മടങ്ങി. ഈസ്റ്ററിന് ശേഷം സമരം ശക്തമാക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.